ഞാനൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ, അതായത് ടാലിയിലെ ഒരു ടിപ്പാണ് കേട്ടോ ഇന്ന് പറയാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എന്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ഇമെയിൽ ചെയ്താൽ മതി. എന്റെ ഇമെയിൽ ID എന്ന് പറയുന്നത് shyamala.narayanan@yahoo.in ആണ്. ഇനി വേറൊരു ഐഡിയും കൂടി ഉണ്ട്, shyamastaliclass@gmail.com ആണ്. അപ്പൊ ഇതിലേക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരും. അപ്പൊ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മളുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ട്രിക്ക് എന്താണെന്നുണ്ടെങ്കിൽ, നമ്മൾ പർച്ചേസിന്റെ ബില്ല് എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇപ്പോൾ മിക്ക ഷോപ്പുകളിലാണെങ്കിലും പർച്ചേസിന്റെ ബില്ല് ഒരുപാട് ഉണ്ടായിരിക്കും, ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളത് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കസ്റ്റമർ വന്നത്. അപ്പോൾ നമുക്ക് കസ്റ്റമർക്ക് എന്താണ്, സെയിൽസിന്റെ ബില്ല് അടിച്ചു കൊടുക്കണം. അപ്പൊ ഈ പർച്ചേസിന്റെ ബില്ല് അടിച്ചു കഴിഞ്ഞിട്ട് സെയിൽസ് ബില്ല് അടിക്കാൻ പറയുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. നമുക്ക് എന്താണ് ആവശ്യം, പർച്ചേസിന്റെ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് സേവ് ചെയ്യാതെ തന്നെ എന്താണ്, സെയിൽസിന്റെ ബില്ല് അടിക്കണം. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാൻ വേണ്ടിയിട്ട് ഇവിടെ പാർട്ടിയുടെ പേര് ക്യാഷ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് എൻ്റർ അടിച്ചു. ഞാൻ വീണ്ടും ഇവിടെ എൻ്റർ അടിച്ചു. ഇവിടെ പർച്ചേസ് കൊടുത്തു. ഇവിടെ ഐറ്റം കൊടുക്കുകയാണ്. ഇവിടെ ഐറ്റം കൊടുത്തു. അഡാപ്റ്റർ എന്നുള്ളൊരു ഐറ്റം കൊടുത്തു. 10 കൊടുത്തു. എൻ്റർ അടിച്ചു. ഞാൻ അടുത്തൊരു ഐറ്റം കൊടുത്തു. ബോക്സ് കൊടുത്തു. ബോക്സ് ആണെങ്കിൽ ഒരു 15 കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. അടുത്തൊരു ഐറ്റം കൊടുത്തു. ക്യാബിൻ കൊടുത്തു. എൻ്റർ അടിച്ചു. അതിന്റെ റേറ്റ് കൊടുത്തു. ഇപ്പൊ ഞാനിങ്ങനെ അടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഒരു കസ്റ്റമർ വന്നത്. അപ്പൊ അയാൾക്ക് എന്താണ്, സെയിൽസിന്റെ ബില്ല് അടിച്ചു കൊടുക്കണം. അപ്പൊ എനിക്ക് ഈ പർച്ചേസിന്റെ ബില്ല് എനിക്ക് സേവ് ചെയ്യാറായിട്ടില്ല, കാരണം എനിക്ക് ഇനി ഐറ്റംസ് അടിക്കാനുണ്ട്. അപ്പോ ഈ ബില്ലിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ എന്താണ്, പുതിയൊരു സെയിൽസിന്റെ ബില്ല് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ആ സെയിൽസ് ബില്ല് അടിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് വീണ്ടും ഈ വിൻഡോയിലേക്ക് വന്നിട്ട് ഞാൻ പർച്ചേസിന്റെ ഐറ്റംസ് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ അതിനുവേണ്ടി ജസ്റ്റ് ഇവിടെ മുകളിൽ ഗോ ടു ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഗോ ടുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ക്രിയേറ്റ് വൗച്ചർ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ഇവിടെ വൗച്ചറിലേക്ക് വന്നു. ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത്, സെയിൽസ് ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമ്മുടെ പാർട്ടിയുടെ പേര് കൊടുത്തു. ഇപ്പൊ ഞാൻ പാർട്ടിയുടെ പേര് ക്യാഷ് ആണ് കൊടുത്തത്. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ ഞാൻ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ ഞാൻ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ പാർട്ടിക്കുലേഴ്സിൽ സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഞാനിവിടെ ഐറ്റം കൊടുത്തു. ഇവിടെ ഞാൻ അഡാപ്റ്റർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അഡാപ്റ്റർ 2 എണ്ണമാണ് സെയിൽ നടത്തുന്നത്. ജസ്റ്റ് എൻ്റർ അടിച്ചു. വീണ്ടും ഞാനൊരു ഐറ്റം ഇവിടെ സെലക്ട് ചെയ്തിട്ടെടുത്തു. ബോക്സ് 4 സെലക്ട് ചെയ്തിട്ടെടുത്തു. ബോക്സ് 4 ഒരു 3 എണ്ണമാണ്. ജസ്റ്റ് എൻ്റർ അടിച്ചു. എനിക്കിനി ഇതിന്റെ ടാക്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞതിന്റെ ശേഷം ഈ എൻട്രി എനിക്ക് സേവ് ചെയ്യാം. ഞാനിവിടെ CGST കൊടുത്തു. അതേപോലെ SGST കൊടുത്തു. ഓട്ടോമാറ്റിക്കായിട്ട് എമൗണ്ട് വന്നു. ഞാൻ ഈ വിൻഡോ എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇത് സേവ് ചെയ്തു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടു ഞാൻ പർച്ചേസിലേക്ക് തന്നെയാണ് വന്നത്. അപ്പൊ എനിക്കിനി അടുത്ത ഐറ്റം അടിച്ചിട്ട് എൻ്റെ ഈ ബില്ല് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. അപ്പൊ പല ആൾക്കാരും എങ്ങനെയാണ് ചെയ്യാറുള്ളത് വെച്ചാൽ, ഈ പർച്ചേസിന്റെ ബില്ല് അടിച്ചു കഴിഞ്ഞിട്ട് സെയിൽസ് ബില്ല് അടിക്കണമെന്നുണ്ടെങ്കിൽ പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്യാണ് ചെയ്യുക. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ എന്നോട് ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ ഞാൻ ഈ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ, എന്റെ ക്ലാസ്സിൽ ഞാൻ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ പറയാറുണ്ട്, അപ്പോൾ പുതിയൊരു വിൻഡോ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ചെയ്യാണെന്ന്. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഗോ ടു ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് വൗച്ചർ സെലക്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾക്ക് എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്താണ് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.